ഞാൻ നടന്നു തന്നെ വഴി ഇത് കുറച്ച് സ്റ്റണ്ട് ചെയ്യണ കമ്പനിക്കാരെ കണ്ടോ. അപ്പോൾ ഇവരോട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കുറച്ച് സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഓക്കെ 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 I repeat. ഓക്കെ ഓക്കെ. Я сейчас сделаю выпуск. Понял? Я это понял. Join. Scene. I repeat. Okay, don't worry. Second. Okay. I not Sobran. Okay. Don't worry. അതെ, ഞാൻ ജസ്റ്റ് കമ്പനി അടിച്ചപ്പോൾ തന്നെ ഇവന്മാര് വെറുതെ ഇവിടെ ഇട്ട് സ്കില്ല് കാണിച്ചുകൊണ്ട് പൊളിക്കണേണേ. Yeah, bro, too much. I can this. Okay, ഓട്ടേ. Wow. I'm pro too. That man is Dennis. വെറുതെ സീൻ. Dennis. ഇവന്മാര് വെറുതെ സീനാട്ടോ ഇവിടെ. ഇവന്മാരെ പരിചയപ്പെട്ടപ്പോൾ തന്നെ ഇവന്മാര് ഞാൻ കുറച്ച് സ്കിൽസ് കാണിച്ചു തരുമെന്ന് ചോദിച്ചപ്പോൾ അതെ എനിക്ക് കാണിച്ചു തരാൻ പോവാണ്. നിങ്ങൾ കാണിച്ചു തരാട്ടാ. കലക്കം പിള്ളേര് ജസ്റ്റ് ഇതേ ഒന്ന് സംസാരിച്ച് കമ്പനി ആയുള്ളൂ. ഇവന്മാരെ എനിക്ക് വേണ്ടിയിട്ട് കാണിച്ചിരുന്ന സ്കില്ല് ഇതേ നിങ്ങൾ കണ്ടോ. ഗായിക്കൻ നെയിം ഡെയ്നീസ്. യെസ് കണ്ടോട്ടെ. ഇവൻ സീനാണ്. ഇവൻ കാണിക്കണിട്ട് എൻ്റെ തന്നെ കളി പോയി. വാ, ദിസ് ഇസ് ഡാനിസ്. ഞാൻ കുറച്ച് ചെറിയ തെറ്റ് വന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ഇവന് എനിക്ക് വേണ്ടി അത് ചെയ്ത് തന്നെ ഇവൻ്റെ മനസ്സ്, ഇവൻ്റെ ഡെഡിക്കേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെറിയ പിള്ളേർ വരാൻ പോകുന്നുണ്ട് ഇതിലൂടെ. ഞാൻ ഇവരെ പരിചയപ്പെട്ടു, 3 പേരും പരിചയപ്പെട്ടു. നല്ല ആൾക്കാരാണ്. ദിസ് ഈസ് ഫയം. നല്ല ആൾക്കാരാണ്. ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തു. ഞാൻ ജസ്റ്റ് എന്ത് കണ്ടന്റ് എടുക്കുമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ പരിചയപ്പെട്ടാണ് ഈ 3 എണ്ണത്തിനെ. കലക്കം പിള്ളേരാണ്. ഭയങ്കര ഹാർഡ് വർക്ക് ഉണ്ടാവും. വെറുതെ മിന്നിക്കണേണ് പയ്യൻ. സീൻ. ചെക്കന് രക്ഷയില്ല. വെറുതെ പൊളിച്ചടുക്കുക. 3 പേരും ഒട്ട ക്യാങ്സ് ഫ്രണ്ട്സാണ്. വാവ്, ഫാന്റാസ്റ്റിക്. പൊളി. അടിച്ചടിച്ച് ഇതുണ്ടോ. ഇതിലെ ഇവിടെ പിള്ളേരെല്ലാവരും സ്കിൽസാണ്. ഞാനിപ്പോൾ പയ്യെ റൂമിലോട്ട് നടന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഗൈസ്, ഞാൻ തിരിച്ചു പോവുകയാണ്. ഞാൻ ഇവിടെ ജസ്റ്റ് ഇവിടെ ഒരു പാർക്ക് വരെ വന്നതാണ്. അപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തിരിച്ചു പോകാൻ നേരത്തെ ഇവിടെ അടിപൊളി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ട, ഇവിടെ മിക്ക മതിലുകളിലും ഇതേ ഫുൾ സ്പ്രേ പെയിൻ്റാണ്. ഞാനിപ്പോൾ റൂമിലോട്ട് പോണ വഴി ജസ്റ്റ് നിങ്ങൾ കാണിക്കുവാണേ. ഇത് പിള്ളേർക്ക് ചെറിയ പിള്ളേർക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ടൈമും സ്ഥലങ്ങളാണ് ഇത് കൊടുത്തേക്കുന്നത്. അവർക്ക് ഒരാൾ അതിൻ്റെ ഉള്ളിലുണ്ട്, നോക്കുന്നുണ്ടെങ്കിൽ അവൾ ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പെയിൻറ്റ്. പന്ന വഴി ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചെടുത്താണത്. ഈ സൈഡിലുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ പയ്യെ നടന്നുകൊണ്ടിരിക്കുവാണ്.
പിന്നെ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര കമ്പനിയാണ്. പിന്നെ ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ട്രാൻസ്ലേറ്ററൊക്കെ വെച്ചാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇവരോട് സംസാരിച്ചേട്ടോ. അപ്പോൾ ഞാൻ പോകുന്ന വഴിയും ഒരുപാട് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഒരുപാട് കാറുകൾ കണ്ടത്, പഴയ സാധനം, ഇഷ്ടംപോലെ വിൻറ്റേജ് കാറുകളുണ്ട് കേട്ടോ. ഇതിന് പേരെനിക്കറിയില്ല, ഏതാ ബ്രാൻഡെന്ന് പറഞ്ഞില്ല. അതുപോലെ തന്നെ ഇതാണ് ഗൈസ്. അപ്പോൾ ഇതാണിതേ മറ്റേ നമ്മുടെ പെറ്റ്സിനെ വളർത്തുന്നവർക്ക് ട്രീറ്റ് ചെയ്യാനുള്ള ഹോസ്പിറ്റൽ. ഇവിടെ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പെറ്റ്സിൻ്റെ. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബസ്. ജസ്റ്റ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പൊക്കെ ഒന്ന് കാണിച്ചു തരാം. നല്ല തണുപ്പുണ്ട്, ഒരു 10 ഡിഗ്രിയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ. ഞാൻ ജാക്കറ്റൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. അതായത് ഈ കാണുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ഒന്ന് ബസ് നിർത്തിയിട്ടുണ്ട്, ബസ് ഇപ്പം എടുക്കും. ബസ് എടുത്തു. ഇവിടെ പിന്നെ വന്നതിൽ ഞാൻ ഒരുപാട് ആൾക്കാരെ ശ്രദ്ധിച്ച കാര്യങ്ങളും, പെറ്റ്സ് കണ്ട എല്ലാവരും കയ്യിൽ പെറ്റ്സ് ഉണ്ടാവും. അതെന്തേ ഇതുപോലത്തെ ചെറിയ ചെറിയ പെറ്റ്സ് കണ്ട, ഇഷ്ടംപോലെ പെറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലായിടത്തും ഫ്രൈ പെയിൻറ്റ് ചെയ്തേ. പിന്നെ അതെ ഹോളിഡേ എന്താ ഇവിടെ നമ്മുടെ നാട്ടിലത്തെ കൊച്ചിയിലെ ഹോളിഡേയിൻ്റെ ഒരു ബ്രാഞ്ച് പേമിലുണ്ട്. നടന്നുകൊണ്ടിരിക്കുവാണ് കണ്ടത്. പിള്ളേരൊക്കെ പോകണം നോക്കി, ചെറിയ പിള്ളേരെല്ലാവരും സ്കിൽസാണ്. ഇങ്ങനെ നടന്നുകൊണ്ട് സിഗ്നൽ ഉണ്ട് കേട്ടോ. ഞാൻ സിഗ്നലിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ കണ്ട സൈക്കിളൊക്കെ ചെയ്യണുണ്ടോ. അതായത് നമ്മൾ ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ സൈക്കിൾസും കാര്യങ്ങളൊക്കെ ഇതുപോലെ വേണം വെക്കാനായിട്ട്. നമുക്ക് സൈക്കിളൊക്കെ വെക്കാനായിട്ട് സ്ഥലങ്ങളുണ്ട്. അവിടെ നമുക്ക് സൈക്കിളൊക്കെ അതുപോലെ വെക്കണം. നമ്മുടെ നാട്ടിലത്തെ ഇവിടെ സൈഡിലൊന്നും ചാരി വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഇവിടെ സൈക്കിളിന് ബൈക്ക് എന്നാണ് പറയുന്നത്. ഇവിടെ സൈക്കിൾ എന്നാലും പറയില്ല, ബൈക്ക്. പിന്നെ റഷ്യയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത വേറൊരു പേരാണ്, എനിക്കതറിയില്ല. ഈ പോണേന്ന് ഡെലിവറി ബോയ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതെ ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ നേരത്ത് ഈ സൈക്കിൾ കണ്ടോ, ഉന്തിക്കൊണ്ട് പോകണം. സൈക്കിൾ ചവിട്ടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസുകാർ പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ഓപ്പോസിറ്റുള്ള സിഗ്നൽ റെഡാണ്, അത് ഗ്രീൻ ആയാൽ മാത്രമാണ് എനിക്ക് ഇതിൽ ക്രോസ് ചെയ്ത് നടക്കാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. സിഗ്നലാണ് ഇപ്പോൾ. അത് ഗ്രീനാവും ഇപ്പോൾ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുപാട് കാറുകളുണ്ട്. ഇതൊരു സാധനം കൊണ്ടുണ്ടോ. ഇപ്പം ഗ്രീനാവും. ഇപ്പം ഗ്രീൻ ആയിട്ടുണ്ട്, ഞങ്ങൾ പോവാണ്. ഗ്രീൻ ആയി കഴിഞ്ഞാൽ അതേ വണ്ടികളെല്ലാം ഇവിടെ നിർത്തി തരും കേട്ടോ. മെയിൻ സിഗ്നലാണ്. ഇങ്ങനെയാണ് നിയമം ഇവിടെ. ഇങ്ങനെയാണ് സൈക്കിളൊക്കെ പോകണവർ ഇങ്ങനെ വേണം ക്രോസ് ചെയ്യാനായിട്ട് കേട്ടോ. ഇവിടുത്തെ നിയമം ഇങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പയ്യെ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ. ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് വന്നത്. ഒറ്റയ്ക്ക് ഇതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏകദേശം ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്ററോളം ഉണ്ട് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്. ജസ്റ്റ് റൂമിലിരുന്ന് ബോറടിച്ചപ്പോൾ ചുമ്മാ ഇറങ്ങിയതാണ്. അതേ ഒരാൾ പോകണ്ട. അതെ 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 ചെറുതാള്. ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ. ചെറിയ പിള്ളേരൊക്കെ ഫുള്ള് ഇതുപോലത്തെ വണ്ടിയിലാണ്. ഒരു അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ വീണ്ടും സ്പ്രേ പെയിൻറ്റിങ്. ചെയ്തേക്കണ വർക്കാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ.
കലക്കനായിട്ടാണ് ഇവർ വർക്ക് ചെയ്തേക്കണം. കിടിലൻ വർക്കാണ്. ഇവിടുത്തെ എന്തോ ലാംഗ്വേജാണ് എഴുതിയേക്കണേ കേട്ടോ. എനിക്ക് പിന്നെ ഇവിടുത്തെ ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് വായിക്കാൻ പറ്റത്തില്ല. എന്താ അങ്ങനെയുണ്ട് കലക്കം പെയിന്റിങ് അല്ലേ. ഇങ്ങനെ ഇതുവഴി പോകാൻ നേരത്ത് ചെറിയൊരു പാലമുണ്ട്. അപ്പം അതിൻ്റെ അടുത്താണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. അപ്പം നേരെ പാലത്തിലോട്ട് നടക്കാം. ഈ ഒരു സമയത്ത് എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് പയ്യെ പോകുന്ന ഒരു സമയമാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ഥലത്തും റിലാക്സ് ചെയ്യാനൊക്കെ സ്പേസ് ഉണ്ട്. അവിടെ ഇരിക്കാം, ഒരു കുഴപ്പമില്ല. എല്ലാവരും ഓരോരുത്തർ അവരുടെ സ്വന്തം കാര്യം നോക്കി അവർ ജീവിക്കുന്നു. ആരും പരദൂഷണം പറയാനോ അങ്ങനെ ആരും ഇവിടെ ഇല്ല കേട്ടോ. അത് തന്നെ നല്ലൊരു പ്രത്യേകതയാണ്. അപ്പം ഇങ്ങനെ നടക്കാൻ നേരത്ത് ഇവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിൽ കൂടെ വേണം എനിക്ക് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാനായിട്ട്. കാറ് കളക്ഷനാണ് ഇവിടെ മെയിൻ. ഒരുപാട് കാറ് കളക്ഷനുണ്ട്. ഇഷ്ടംപോലെ വിൻറ്റേജ് വണ്ടികൾ, കാണാത്ത ടൈപ്പ് വണ്ടികൾ കുറേ. ഇതാ കാണുന്നതാണ് ഞങ്ങളുടെ ബിൽഡിങ്. ആ കാണുന്നത് ഈ ബ്രിഡ്ജിൽ കൂടെ ഇങ്ങനെ പയ്യെ പയ്യെ നടന്നു പോകണം. അവിടെ ഉണ്ണിയുണ്ട്. അപ്പോൾ ഞങ്ങൾ വൈകിട്ടത്തേക്ക് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ നമുക്ക് നേരെ അപ്പാർട്ട്മെൻറ്റ് അടിയിലെത്തിയിട്ട് ഉണ്ണീനെ കാണാം. ഓക്കെ, ബൈ ബൈ. സ്ഥലം കടന്ന് തിരിച്ചെത്തി. ഉൺസിനെ കണ്ടു. കുറച്ച് സാധനങ്ങൾ സ്നാക്സ് കഴിക്കാൻ മേടിച്ചിട്ടുണ്ട്. ബണ്ണും കാര്യങ്ങളൊക്കെ 179 രൂപ കേട്ടോ ഇത്ര സാധനങ്ങൾ മേടിച്ചിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സമയം 7:45 നമ്മുടെ നാട്ടിലത്തെ. പക്ഷേ ഇവിടെ കണ്ടോ ഇരുട്ടായിട്ടില്ല. ഇവിടെ 8:30 ആകുമ്പോഴാണ് ഇരുട്ടാവുന്നത്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ എന്തായാലും ഇനി വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. ബൈ.